ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദിവ്യ അൺഫിൽറ്റഡ്. സുഖം ഞാൻ വന്നിരിക്കുന്നത് നമ്മളെ കുട്ടികളിലും മുതിർന്നവരിലും ഒക്കെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് അല്ലെ, താരൻ. തലയിൽ താരൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് കെയർ ചെയ്തിട്ട് നമ്മളെ മുഖക്കുരു ഒന്നും മാറാണ്ടിരിക്കൂല, മാറുകയേ ഇല്ല നമ്മൾ എന്ത് മുഖത്തിട്ട് കഴിഞ്ഞാലും അല്ലെ. അപ്പൊ നമ്മുടെ തലയിലുള്ള താരനെ നമ്മൾ അന്ന് വേഗം പെട്ടെന്ന് തന്നെ മാറ്റിയെടുത്ത് കളയണം അല്ലെ, എന്തെങ്കിലേ നമ്മൾ മുഖത്ത് എന്ത് ചെയ്തിട്ടും കാര്യമുള്ളൂ കേട്ടോ. അതുപോലെ നമ്മളെ കഴുത്തിന് പുറകില് അങ്ങനെയൊക്കെ നമുക്ക് ഒരു അലർജി പോലെയൊക്കെ ഈ താരം കൂടുതൽ ആയിക്കഴിഞ്ഞാൽ ഉണ്ടാവും അല്ലെ. താരം പല ഇതിലുണ്ട്, എന്താ പറയുക, പൊടി പൊടി പോലെ ഉണ്ടാവും, പിന്നെ നന്ന അധികമാകുമ്പോൾ അതൊരു പൊറ്റ പോലെയൊക്കെ ആയിട്ട് വരും അല്ലെ. പിന്നെ മുടി കൊഴിച്ചലിന് കാരണമാവും. അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക താരൻ ഉണ്ടോ എന്നുള്ളത് അല്ലെ. അപ്പൊ ഈ താരനെ നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റിക്കളയണം കേട്ടോ. അതിന് വേണ്ടുന്ന സംഗതികളാണ് കേട്ടോ. എന്തൊക്കെയാ വേണ്ടതെന്ന് വെച്ചാൽ തൈര് വേണം, പുളിയില്ലാതെ പുളി കുറവുള്ളൊരു തൈരാണ് വേണ്ടത്. അതുപോലെ നീം പൗഡറും പിന്നെ നെല്ലിക്ക പൗഡറും ആണ് കേട്ടോ വേണ്ടത്. പിന്നെ മസ്റ്റായിട്ട് നമ്മൾ വേണ്ടുന്നത് ത്രിഫല ചൂർണ്ണമാണ് കേട്ടോ. അത് നമ്മൾ എന്താക്കുക, ത്രിഫല ചൂർണ്ണം ആദ്യം തന്നെ കുറച്ച് വെള്ളത്തിൽ മിക്സ് ആക്കിയിട്ട് തിളപ്പിച്ചിട്ട് തണിയാൻ വേണ്ടിയിട്ട് തിളപ്പിച്ചിട്ട് ആറ്റി വെക്കുക. എന്താ പറയുക, തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക കേട്ടോ. അത് മാറ്റി വെക്കുക. പിന്നെ ഫസ്റ്റ് തന്നെ നമുക്ക് എന്താ തലയിൽ ഒരു പാക്ക് ഇടണം അല്ലെ. അതാണ് നീം പൗഡറും അതുപോലെ നെല്ലിക്ക പൊടിയും തൈരും കൂടി മിക്സ് ആക്കിയിട്ട് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുക കേട്ടോ. എന്നിട്ട് ഒരു അരമണിക്കൂറിലധികം വെക്കുക തലയിൽ. അരമണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴുകി കളഞ്ഞിട്ട് നമ്മൾ ഇത് തുടക്കമൊന്നും ചെയ്യണ്ട. തുടക്കുന്നതിന് മുന്നേ നമ്മൾ ഈ ആറ്റി വെച്ച വെള്ളം ഉണ്ടല്ലോ, ത്രിഫല ചൂർണ്ണം, അതൊന്ന് തലയിൽ നന്നായിട്ട് ഒഴിച്ചിട്ട് ഒന്ന് സ്കാൽപ്പിലൊക്കെ നന്നായിട്ടൊന്ന് കൈനെ കൊണ്ട് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തുടച്ച് കളയുക കേട്ടോ. നമ്മൾ ഈ താരനുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി എന്നല്ല, നമുക്ക് താരനുള്ള തുടച്ച് മാറ്റി കളയാൻ വേണ്ടിയിട്ട് ഇത് ഏറ്റവും നല്ലൊരു സംഗതിയാണ് കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണേ, എന്നിട്ട് അഭിപ്രായം പറയാം കേട്ടോ. ഓക്കെ.